എലത്തൂർ എം.എൽ.എ. വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് ഫോൺ കോൾ ലഭിച്ച സംഭവത്തിൽ സിം കാർഡ് ഉടമയെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. ഫോൺ കോൾ വന്ന നമ്പറിന്റെ ഉടമയായ ഡൽഹി സ്വദേശിയാണ് സൈബർ പോലീസ് ഡൽഹിയിലെത്തി ചോദ്യം ചെയ്തത്. ഫോൺ നഷ്ടപ്പെട്ടിരുന്നുവെന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സിം കാർഡ് ഉടമയുടെ ടവർ ലൊക്കേഷൻ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് ജൂലൈ 6-നാണ് എലത്തൂർ എം.എൽ.എ. വിദ്യാ ബാലകൃഷ്ണന് വാട്സപ്പിൽ കോൾ വരുന്നത്. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. വ്യാജ കോളാണെന്ന് മനസ്സിലാക്കിയ എം.എൽ.എ. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് കോൾ വന്ന നമ്പറിന്റെ ഉടമയെ ഡൽഹിയിൽ നിന്നും കണ്ടെത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം ഡൽഹിയിലെത്തി സിം കാർഡ് ഉടമയെ 2 മണിക്കൂറോളം ചോദ്യം ചെയ്തു. എന്നാൽ താൻ എം.എൽ.എയെ വിളിച്ചിട്ടില്ലെന്നും കുറച്ച് നാളുകൾക്ക് മുൻപ് തന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു എന്നുമാണ് ഇയാൾ മൊഴി നൽകിയത്. ഡൽഹി നമ്പറിൽ വ്യാജ സിം നിർമ്മിച്ചാണോ എം.എൽ.എയെ ബന്ധപ്പെട്ടതെന്ന കാര്യവും സൈബർ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഡൽഹി സ്വദേശിയുടെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതേ രീതിയിൽ സംസ്ഥാനത്തെ മറ്റ് 2 ജനപ്രതിനിധികൾക്കും വ്യാജ ഫോൺ കോളുകൾ വന്നതായി പരാതിയുണ്ട്. ഈ കോളുകളുടെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.